നീതി നടപ്പാക്കണം. സത്യവും നീതിയുമായിട്ട് പോലീസ് മുന്നോട്ട് പോകണം. അതുകൊണ്ട് ഈ പ്രാവശ്യം ആ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുള്ള ഉപദ്രവം അത് തീർച്ചയായിട്ടും നമ്മുടെ എല്ലാവരും കണ്ണു തുറപ്പിച്ചിട്ടുണ്ട്. ഈ രീതിയിലുള്ള ഭീകരമായ മർദ്ദനം നമ്മളെങ്ങും കണ്ടിട്ടില്ല. ഇത് നേരിട്ട് നമ്മൾ കാണുകയാണ്. അയാൾ ഒരു കുറ്റവും ചെയ്തിട്ടില്ല. അയാളൊരു മോഷണ കേസിലോ അടിപിടി കേസിലോ ഒന്നിലുള്ള വ്യക്തിയല്ല. അയാളൊരു സാമൂഹ്യ പ്രവർത്തകനാണ്, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റാണ്. അത് തന്നെയല്ല, അയാൾ പ്രത്യേകിച്ച് നമ്മളെ പോലെയല്ല. അയാൾ ഒരു അമ്പലവാസിയാണ്, അമ്പലത്തിലൊരു പൂജാരിയാണ്, വളരെ സൗമ്യനാണ്. പൂജയാണ് അയാൾ നിത്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അയാൾക്കൊരാളെ ചീത്ത വിളിക്കാനോ അങ്ങനെയുള്ള ഒരാളെ അടിക്കാനോ പിടിക്കാനോ സ്വാഭാവികമായിട്ടും കഴിയില്ല. ഇവിടെ ഇപ്പം പോലീസ് വന്ന് ചില 2-3 വ്യക്തികളെ അവർ പിടിച്ചെടുക്കുകയും ചീത്ത വിളിക്കുകയും ചെയ്തപ്പോൾ ഇയാൾ ഇടപെട്ടു. ആ കാര്യത്തിൽ ഇയാൾ മണ്ഡലം പ്രസിഡന്റ് ആയതുകൊണ്ട് ഇടപെട്ടിട്ട് ചീത്ത വിളിക്കരുതെന്ന് അവർക്ക് എതിരായിട്ട് സംസാരിച്ച ഒറ്റ വൈരാഗ്യം വെച്ചിട്ട് ഇയാളെ കൊണ്ട് ഭീകരമായിട്ട് മർദ്ദിക്കുന്ന രംഗമാണ് നമ്മൾ കണ്ടത്. അതുകൊണ്ട് ആ പോലീസ് ഉദ്യോഗസ്ഥരെ പിരിച്ചുവിട്ടേ പറ്റുള്ളൂ. ഇങ്ങനെയുള്ളവരൊന്നും നമ്മുടെ പോലീസ് ഫോഴ്സിൽ ആവശ്യമില്ല.